ഹലോ, അതെ ഞങ്ങൾ ഇതേണ്ട കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോവായിരുന്നു കേട്ടോ. മീൻ വാങ്ങിക്കാൻ പോവാന്നോ? അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു ഇത്താടെ വീട്. അവിടെ നിന്ന് ഇത്തായേയും കൂട്ടിയിട്ട് കടയിൽ ചെന്നത് നമ്മുടെ വാപ്പിച്ചായേയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ വാടി കടപ്പുറത്തോട്ടായിരുന്നു വിട്ട് കേട്ടോ. പൊതുവേ ഇപ്പം മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ വാപ്പിച്ച പറഞ്ഞ് നമുക്കെന്നാൽ അവിടെ പോയി നോക്കാം, നല്ല മീൻ കാണും, എന്നാൽ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് വിട്ട് അവിടെ ചെന്നപ്പം ഇവിടെ നിന്ന് വെച്ചാലേ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. ഫ്രഷ് മീനും നല്ല മീനും കിട്ടുവേ. അങ്ങനെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ വേണ്ട ഒരു ബറ്റാലിയൻ ആളുകളുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ്. ഇതൊരു കരിമീൻ സൈസിലൊരു മീനായിരുന്നു. അത് ഓൾറെഡി ആരോ ലേലം വിളിച്ച് വെച്ചേക്കുന്നതായിരുന്നേ. പിന്നെ അതിൻ്റെ ബോട്ടിൽ ഇതുപോലെ മീൻ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതെ, ഒരു ബോട്ട് വന്ന് നിന്നു. അതിൻ്റെ അകത്തു നിന്നാണ് ഈ ചൂര മീൻ രണ്ടെണ്ണം വീതം ഒരു പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്ന് ലേലം വിളിക്കുമായിരുന്നു കേട്ടോ. ലേലം വിളി ഇത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 650 രൂപ തൊട്ടായിരുന്നു തോന്നുന്നു കേട്ടോ, 2 എണ്ണം. അങ്ങനെ ഓരോ ബോട്ടും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അടുത്ത ബോട്ട് വന്നു, ആ സൈഡിൽ നിന്ന് ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് വന്നത് മൊത്തം നല്ല മുട്ടനായിട്ടുള്ള കണവ മീനായിരുന്നു കേട്ടോ. ഇവർ കൊണ്ടുവരുന്നതും കാണാം, കണ്ണടച്ച് ഉറക്കുമ്പോൾ എല്ലാവരും ലേലം വിളിച്ചുകൊണ്ട് പോകുന്നതും കാണാം. പാപ്പു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊക്കിൻ്റെ പുറകിലായിരുന്നു കേട്ടോ. പാപ്പുവിൻ്റെ വിചാരം ഇപ്പം പിടിക്കാൻ വന്നാൽ കൊക്ക് അതിൻ്റെ പാട്ടിനങ്ങ് പോയി. അങ്ങനെ മീൻ വന്നുകൊണ്ടിരുന്നു, ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നു. നമ്മളവിടെ നോക്കി നിൽക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ, നമുക്ക് കിട്ടിയതുമില്ല. ലാസ്റ്റ് വേണ്ട ഈ മീൻ ലേലം വിളിച്ചു കേട്ടോ. നല്ല ഫ്രഷ് കിളിമീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണവ വീണ്ടും കൊണ്ടുവന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചല്ലോ, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. ആകെ ആ കിളിമീനാണേ വാങ്ങിച്ചത്. നല്ല മീനായിരുന്നു, ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഇനിയും ബോട്ട് വരും, മീൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. പക്ഷേ വെയിലും അസഹനീയമായ ചൂടും കാരണം ഞങ്ങൾ കിട്ടിയ മീനുമായിട്ട് വിട്ടു. പോകുന്ന വഴിക്ക് നല്ല ദാഹമായിരുന്നു. എന്നാൽ പിന്നെ ഓരോ ജ്യൂസ് കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പോൾ നല്ല ഫ്രഷ് കരിക്കിൻ ഷേക്ക്. അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ 4 എണ്ണം വാങ്ങിച്ച് അതും കഴിച്ചു. പിന്നെ ഒരു മൊജിറ്റോ പോലത്തെ സംഭവമായിരുന്നു കേട്ടോ, അതും വാങ്ങിച്ച് കഴിച്ച് വീട്ടിലോട്ട് വിട്ടു.